പുല്ലേ, ഈ അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, ഇതെടുത്ത് ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാം ഈ ജോസഫിന്. നിനക്കതറിയില്ല. സ്നേഹത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിച്ച മഹാനാണല്ലോ നിങ്ങൾ. അല്ലായിരുന്നെങ്കിൽ നിങ്ങളെ മനസ്സാവരിച്ച അശ്വതി എന്ന പാവം പെൺകുട്ടിയുടെ മോഹങ്ങളും സ്വപ്നങ്ങളും ഇങ്ങനെ മരവിച്ച് കിടക്കില്ലായിരുന്നു. അധികാരം വെട്ടിപ്പിടിക്കാനുള്ള പടയോട്ടത്തിനിടയ്ക്ക് നിങ്ങൾ ചവിട്ടി താഴ്ത്തിയ ആ പാവം പെണ്ണിന്റെ കണ്ണീരിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി നാളെ ഒരുപക്ഷെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അവളൊരു തടസ്സമായി നിന്നാൽ അതുകൊണ്ട് തന്നെ അവളുടെ കഴുത്ത് തിരിച്ച് കൊല്ലാനും നിങ്ങൾ മടിക്കില്ല. ബിക്കോസ് യു ആർ എ ഫനാറ്റിക്. ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം. ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനേ. പൊന്നമ്പിളി നിന്നെ കാണാൻ കണ്ണായിരം പിന്നിൻ വാത്തിങ്കളെ ഇങ്ങ താഴെ മനത്ത് വാ. വേണാടിന്റെ ധീരന്മാരായ മക്കളെ, നാം നൽകിയ സ്നേഹവും വാത്സല്യവും മുതലെടുത്തുകൊണ്ട് നമ്മുടെ സമ്പത്തും സംസ്കാരവും എന്തിന് കണ്ണീരും പൂവുമായി ദേവപാദത്തിൽ കാണിക്ക വെച്ച ഈ രാജ്യം തന്നെ തീരെഴുതി വാങ്ങാൻ കാത്തു നിൽക്കുകയാണവർ. ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴൊക്കെ ലോകത്തെല്ലാ രാജ്യങ്ങളും സംഘർഷമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ശത്രുവിന്റെ ഹൃദയം നടുക്കുന്ന സിംഹഗർജനത്തോടെ പടക്കിറങ്ങുക തന്നെ. കൊല്ലത്തും കൊട്ടാരക്കരയും കിളിമാനൂരും 1,50,000 പരം മക്കൾ വാൾപിടിയിൽ കരമമർത്തി നെഞ്ചിൽ ചുടുചോര തിളപ്പിച്ചു നിൽക്കുകയാണ്. അവരെ നയിച്ചുകൊണ്ട് ഞാനിതാ പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ രാജ്യം നമ്മുടേത് മാത്രമാണ്, നമ്മുടേത് മാത്രം. ആര്യാവർത്തത്തിന്റെ പുകൾപ്പെട്ട ഈ നാട് വിദേശികളുടെ ചെരുപ്പിനടിയിലെ പൂഴിമണ്ണാകാൻ നെഞ്ചിൽ ജീവൻ തുടിക്കുന്ന കാലത്തോളം വേലു തമ്പി അനുവദിക്കില്ല. ഇത് സത്യം. എന്നെപ്പറ്റ അമ്മ സത്യം, പിറന്നു വീണ ഈ മണ്ണ് സത്യം. ഇയാളെ കൊയിലാണ്ടിന് ഇത്ര വേഗം എങ്ങനെ കെട്ടിയെടുത്തതോ? ഒരു മന്ത്രി എന്നുള്ള അധികാരം വെച്ച് ആരെയും ഏത് സദസ്സിലും ബുളി ചെയ്യാമെന്നും ബെലിറ്റിൽ ചെയ്യാമെന്നുമുള്ള നിങ്ങളുടെ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, അർഹിക്കാത്തത് വീണ് കിട്ടിയ അല്പന്റെ ധാർഷ്ട്യം. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ ദി റോങ് പേഴ്സൺ. കളി എന്നോടും വേണ്ട സർ. യു നോ വൈ? ബിക്കോസ് ഐ ഹാവ് an extra bond. As you said, ഒരു എല്ല് കൂടുതലാണ് എനിക്ക്. And don't you ever learn to forget that. ഇന്ത്യൻ ഭരണ സർവീസ്, ആ പദവിയുടെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുറ്റരോഗികളുടെയും ഇന്ത്യ, ജഡ്ക വലിച്ചു വലിച്ച് ചുമച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ, വളർത്തുനായ്ക്ക് കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിന് ശാസിച്ച് അത്താഴപ്പട്ടിണിക്കിടുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. മക്കൾക്ക് ഒരു നേരം വയറുനിറച്ച് വാരി ഉണ്ണാൻ വക തേടി സ്വന്തം ഗർഭപാത്രം വരവിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ.
ഇന്നലെ നീ അവമാനിച്ചാട്ടി ഇറക്കി വിട്ടില്ലേ ആ കൃഷ്ണേട്ടനെ പോലെയുള്ള പാവം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവും IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലെയുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. വേറൊരു മധുവസന്തം എന്തിനു വേറൊരു മധുവസന്തം ഇന്നു നീ എന്നരികിലില്ലേ. പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള ഇതുപോലെ സ്റ്റേജ് ഷോകൾക്ക് ഞാൻ പോകാറുണ്ട്, എൻ്റെ കൂടെ പലരും വരാറുണ്ട്. ഈ ഷോയെ സംബന്ധിച്ചിടത്തോളം സുകുമാർ ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ മമ്മൂട്ടിയുടെ കൂടെ ഒരു ഷോയ്ക്ക് വരിക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഷോയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവരുടെ കൂടെ വന്നിരിക്കുകയാണ്. ഇതെൻ്റെ ഷോ അല്ല. കാരണം ഇതിനകത്ത് ഡാൻസ്, പാട്ട്, സ്കിറ്റ് മുതലായ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ സഹായിക്കുന്ന എൻ്റെ കൂടെയുള്ള ഒരുപാട് സഹപ്രവർത്തകരുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഒരു പരിപൂർണമായ സഹകരണത്തോടു കൂടി മാത്രമാണ് ഈ ഷോ നടത്തുന്നത്. ഈ ഷോയ്ക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും പറഞ്ഞു മമ്മൂട്ടി കുറച്ചുകൂടെ ആളുകളുമായിട്ട് മയത്തിലൊക്കെ സംസാരിക്കണം. ഞാൻ മയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തമാശകളൊക്കെ പറയണം. ഇതുപോലെ സ്റ്റേജിൽ വന്ന ആളുകളുമായിട്ട് നമ്മൾ അങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യണം, നല്ല തമാശ കഥകളൊക്കെ സ്റ്റേജിൽ വന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു 2-3 തമാശ കഥകൾ ആലോചിച്ച് വെച്ചതുമാണ്. ഈ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് സത്യം അതാ മറന്നുപോയി. അപ്പോൾ ഒന്നാമത് ഞാൻ ഈ രൂപവും ഈ ശബ്ദവും വെച്ചുകൊണ്ട് തമാശ പറഞ്ഞാൽ ഏക്കല. അതിന് കുറച്ചുകൂടെ മയപ്പെട്ട ഒരു ശബ്ദവും മയപ്പെട്ട രൂപവും ഒക്കെ ഉണ്ടെങ്കിൽ ആളുകൾക്ക് തമാശ പറയുകയാണെന്ന് തോന്നുള്ളൂ. ഞാൻ എന്ത് പറഞ്ഞാലും ഗൗരവമായി പോവും. അതുകൊണ്ട് തമാശ പറയാനുള്ള ഒരു ധൈര്യം എനിക്കില്ല. തമാശ പറഞ്ഞാൽ ചീറ്റിപ്പോവും. എന്നാലും ഞാനൊരു തമാശ പറയാം. പക്ഷേ നിങ്ങളൊരു ഒരു 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 വാക്ക് തരണം. ഇനി തമാശ കേട്ടിട്ട് ചിരിക്കാൻ തോന്നിയില്ലെങ്കിലും ചിരിക്കും എന്നൊരു വാക്ക് തന്നാൽ ഞാനൊരു തമാശ പറയാം. അതായത് ഈ അമേരിക്കൻ പ്രസിഡന്റ് ക്ലിന്റൺ എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഈ അടുത്ത കാലത്ത്, ഒരു 3 മാസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ വീട്ടിൽ വന്നു. നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരാളോട് ഇരിക്കാൻ പറയണമല്ലോ. ഞാൻ പറഞ്ഞു മിസ്റ്റർ ക്ലിന്റൺ ഇരിക്കണം. പുള്ളി ഇരിക്കില്ല. ഞാൻ പറഞ്ഞു ദയവായി ഇരിക്കണം, നമ്മുടെ വീട്ടിൽ വന്ന ഒരാൾ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അത് മാത്രമല്ല ഞാൻ കുറേ നേരമായിട്ട് നിൽക്കുന്നു, എൻ്റെ കാല് കഴിക്കുന്നുണ്ട്. ക്ലിന്റൺ ഇരിക്കണം,
ദയവായി ആസനസ്ഥനായാലും പുള്ളി ഇരിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു മമ്മൂട്ടിയല്ലേ, സ്റ്റാർ അല്ലേ, പത്മശ്രീ അല്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ബഹുമാനം കൊണ്ടിരിക്കാത്തതാണെന്ന്. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ക്ലിന്റന് മലയാളം അറിയില്ല. ഞാൻ ഇരിക്കുന്നല്ലേ പുള്ളി പറയുന്നത്. കൊള്ള ഓ ഓ സന്തോഷം 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 സന്തോഷം. അങ്ങനെ ഒരു തമാശ ഏറ്റു അല്ലേ. ഇനിയും തമാശ പറയുന്നില്ല, കാരണം ചിലപ്പോ ഇനി ഒരു തമാശ പറയാനുള്ള ധൈര്യം എനിക്കില്ല. ഇനി നമുക്ക് പരിപാടികളിലേക്ക് കടക്കാം. പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പല സിനിമകളിലും വളരെ വൃത്തികേടായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. അതെനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ ഞാനിത് നിർത്താനുള്ള ഉദ്ദേശമില്ല. എന്ന് ശരിയാകുന്നു അന്ന് വരെ ഞാൻ ഡാൻസ് ചെയ്യും. കാരണം ഓരോ നമ്മൾ പഠിച്ചിട്ടാണല്ലോ, ഒന്ന് പരിചയിക്കണമല്ലോ. ശീലിച്ചാണ് പറയും. കുട്ടികൾ നടക്കാൻ ശീലിക്കുമ്പോൾ തന്നെ എത്രയോ പ്രാവശ്യം വീഴും. അതുകൊണ്ട് ഞാനിപ്പോൾ വീണുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ദിവസം ഞാൻ നടക്കും. പക്ഷെ അതിനു മുമ്പ് ഈ സിനിമയിലാകുമ്പോൾ ഡാൻസ് നന്നായാലും ചീത്തയാലും നമുക്ക് നേരിട്ട് അറിയാൻ പറ്റില്ല. സിനിമ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോകും. പിന്നെ തിയേറ്ററിൽ നിന്ന് ആൾക്കാർ കൂവുന്നതല്ലാതെ നേരിട്ട് കൂവൽ കേൾക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാകാറില്ല. അതുകൊണ്ട് ഈ നേരിട്ട് കൂവൽ കേൾക്കാനുള്ള ഒരു ഏർപ്പാടുമായിട്ട് ഞാനിപ്പോൾ ഒരു ഡാൻസ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഡാൻസിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഡാൻസ് നമ്മൾ ഒരുപക്ഷെ ഇവിടെ സായിപ്പന്മാർ പോലും ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു അത്ഭുത പരിപാടിയായിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഡാൻസിൽ ആദ്യമായിട്ട് മോർഫിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ സങ്കേതം പ്രയോഗിക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ വളരെ സാങ്കേതികമായി വളരെ ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് എൻ്റെ ഈ രൂപം വേറൊരാളുടെ രൂപമായിട്ട് മാറുകയും ഞാൻ വേറൊരാളുടെ രൂപത്തിൽ ഡാൻസ് ചെയ്യുകയും ചെയ്യും. ആ രൂപം മാറുന്നതിന് മുമ്പ് ഇതുപോലൊരു ലൈറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
ഇത് ഡാൻസ് ചെയ്ത ആളെ നിങ്ങൾക്ക് മനസ്സിലായി, വിനീതാണ്. ഈ പാട്ട് കമ്പോസ് ചെയ്ത വിനീതാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ മ്യൂസിക് കൊടുത്തിരിക്കുന്ന ശരത് എന്ന് പറയുന്നൊരു മ്യൂസിക് ഡയറക്ടറാണ്. ഇതിൽ ജതി പാടിയിരിക്കുന്ന താം തീം തോം എന്നൊക്കെ പാടിയിരിക്കുന്നതും വിനീത് തന്നെയാണ്. ഇനി അടുത്ത ഐറ്റം ഒരു പാട്ടാവാം അല്ലേ? എൻ്റെ കൂടെ വേണുഗോപാൽ വന്നിട്ടുണ്ട്, സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായകൻ വേണുഗോപാൽ. വേണുഗോപാൽ സിനിമയിൽ പാടിയ ഒരു പാട്ടാണ് പാടുന്നത്. പരേതനായ പത്മരാജന്റെ മൂന്നാം പക്കം എന്ന സിനിമയിലെ വേണുഗോപാൽ പാടിയ ഈ പാട്ടിന് ഇദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. വേണു
നിറമാല ചാർത്തി പ്രകൃതി ചിരികോട്ടും നിന്റെ വികൃതി നിറമാല ചാർത്തി പ്രകൃതി ചിരികോർത്തു നിന്റെ വികൃതി വളരുന്നി തോണ ഭംഗി പൂവിളികളെങ്ങും പൊങ്ങി വളരുന്നി തോണ ഭംഗി പൂവിളികളെങ്ങും പൊങ്ങി എന്നിൽ നിന്നോർമ്മയും പൂക്കളം തീർത്തു മറയാക്കി മധുരം ഉറഞ്ഞു കൂടും നിമിഷം ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം ഈ സ്നേഹലാളനം നീന്തും സാഗരം ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം താങ്ക് യു. പാടിയത് വേണുവാണെങ്കിലും ഞാനാണ് താങ്ക്സ് പറയണമെന്നും വിചാരിക്കില്ലേ. ഇനി ഒരു ഡാൻസ് ആവാം. ഞാനല്ല, എൻ്റെ ഡാൻസ് നിങ്ങൾ കണ്ടല്ലോ. ഇനി ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന മലയാളത്തിൽ പരിപൂർണ മലയാളി എന്ന് പറയാവുന്ന ഒറ്റ നായികയുള്ളൂ. അത് ദിവ്യ ഉണ്ണിയാണ്. ദിവ്യ ഉണ്ണി മാത്രമാണ്. ദിവ്യ ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം ദിവ്യ ഉണ്ണി 4.5 വയസ്സുള്ളപ്പോൾ സിനിമയിൽ വന്നതാണ്. സിനിമയിലൂടെ വളർന്ന് ഇപ്പം ഇത്രയായി, ഇത്രയുണ്ടാവും. ദിവ്യ ഉണ്ണി നല്ല നർത്തകിയാണ്. നൃത്തം ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൽ ഇപ്പോൾ നർത്തകികൾ കുട്ടികൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഡിഗ്രി കലാതിലകമാണ്. ദിവ്യ ഉണ്ണി കലാതിലകം ഡിഗ്രി എടുത്തിട്ടുള്ള ആളാണ്. അതായത് സ്കൂളിലെ യുവജനോത്സവങ്ങളിൽ നിങ്ങൾക്കറിയാമായിരിക്കും ഒരു പക്ഷേ, യുവജനോത്സവങ്ങളിൽ ഏറ്റവും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് കലാതിലകം. ദിവ്യ ഉണ്ണി സിനിമയിൽ ഏകദേശം 10-20 സിനിമയിൽ നായികയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നായിക എന്ന് പറയുമ്പോൾ അമിതാഭ് ബച്ചൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ ഉൾപ്പെടെ. ദിവ്യ ഉണ്ണി അവതരിപ്പിക്കാൻ പോകുന്ന നൃത്തം ജീൻസ് എന്ന് പറയുന്ന സിനിമയിൽ കണ്ണോട് കൺമതെല്ലാം എന്ന് പറയുന്ന ഒരു തമിഴ് പാട്ടിൻ്റെ ഈരടികൾക്കൊപ്പിച്ചാണ് ദിവ്യ ഉണ്ണി നൃത്തം ചെയ്യുന്നത്. പാട്ട് ജീൻസിലേതാണെങ്കിലും ദിവ്യ ഉണ്ണി ജീൻസ് അല്ല ഇടുന്നത്. കണ്ടു നോക്കുക. Thank you.